നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ, അതായത് CHSLന്റെ അപേക്ഷയായിരുന്നു മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക. ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതാണ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പ് കൃത്യമായിട്ടൊരു കാര്യം പറയാം. ഇത് SSCനെ കുറിച്ച് ബേസ് അറിയുന്നവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആയിരിക്കും. കാരണം ലാസ്റ്റ് ഡേറ്റിൻ്റെ വീഡിയോ ആണ്. നമ്മൾ ഇതിന് മുമ്പ് എന്താണ് SSC, എങ്ങനെ ഇതിന് അപേക്ഷിക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ, അപേക്ഷിക്കുന്ന വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ട് 2 വീഡിയോ ആണുള്ളത്. ഒന്ന് ഈ നോട്ടിഫിക്കേഷൻ മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, അത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് SSC, ഇതിന് എങ്ങനെ അപേക്ഷിക്കണം, അതായത് എന്തൊക്കെ ജോലികളിലാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ലിങ്ക്, നോട്ടിഫിക്കേഷൻ വീഡിയോൻ്റെ ലിങ്ക് താഴെ ലഭിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് യോഗ്യത ഉണ്ടോ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ എന്തൊക്കെ എലിജിബിലിറ്റി വേണം, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 23/6/2025 അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 18/7/2025 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം. അതിന് മുൻപായിട്ട് നിങ്ങൾ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒരു ദിവസം എക്സ്ട്രാ നൽകുന്നുണ്ട്. 19/7/2025 വരെ നിങ്ങൾക്ക് ഫീസ് അടക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലും തെറ്റുകൾ അപേക്ഷയിൽ നിങ്ങൾ വരുത്തുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തിരുത്താനായിട്ട് 23/7/2025 മുതൽ 24/7/2025 വരെ ആപ്ലിക്കേഷൻ കറപ്ഷൻ വിൻഡോയും കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആയിരിക്കും. പക്ഷേ ഇതിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുക. കാരണം ഇത് തെറ്റ് തിരുത്താൻ പോയി കഴിഞ്ഞാൽ, അതായത് തെറ്റ് വരുത്താതെ അപേക്ഷിക്കുക എന്നാണ് പറയുന്നത്. തെറ്റ് തിരുത്താൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വീണ്ടും തെറ്റ് തിരുത്താൻ ഫീസൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ ഇതിൻ്റെ 2 ബേസിലാണ്, രണ്ട് ഫേസ് ആയിട്ടാണ് ഇതിൻ്റെ എക്സാം നടത്തുന്നത്. ടയർ 1 ടയർ 2 ആയിട്ടാണ് നടത്തുന്നത്. ടയർ 1 ഒരു പ്രിലിമിനറി എന്ന് നമുക്ക് പറയാം. 8/9/2025 മുതൽ 18/9/2025 വരെ നടക്കുന്നതാണ്. അതുപോലെ തന്നെ ടയർ 2 അത് നടക്കുന്നത് അതായത് ഫെബ്രുവരി ടു മാർച്ചിൻ്റെ ഇടയിൽ 2025. അത് തെറ്റാണ് ഇവിടെ കൊടുത്ത 2025 അവരുടെ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്കിൽ വന്നതാണ്. അതെല്ലാവർക്കും തെറ്റ് പറ്റും. അപ്പോൾ എന്തായാലും അത് 2026 ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു ടൈം 2026 ഇടയിൽ നടക്കാനാണ് സാധ്യത കൂടുതലും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്കിൽ വന്നതാണ്. ചിലപ്പോൾ ഈ ഡേറ്റ് മാറ്റമായിരിക്കാം, അതും കൂടി പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക. എന്തായാലും പ്രിലിമിനറി ലൈക്ക് ടയർ 1 എക്സാമിനേഷൻ ഈ ഒരു കൺഫേം ആയിട്ടുള്ള ഡേറ്റിൽ തന്നെ നടക്കുമെന്നും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതിൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം. ഞാനത് എടുത്ത് പറയുന്നില്ല, കാരണം മുമ്പുള്ള വീഡിയോയിൽ കൃത്യമായിട്ട് ഇത് കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുക, ഡീറ്റെയിൽസ് നോക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോൻ്റെ മെയിൻ എയിം. കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിലും അപേക്ഷിക്കണം എന്നുണ്ടെങ്കിലും താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആകെ മൊത്തം നിലവിലുള്ള വേക്കൻസിയാണ് 3131 വേക്കൻസി ഇപ്പോൾ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിലവിലുള്ള വേക്കൻസിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപേക്ഷിക്കാനുള്ള പ്രായപരിധിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് കാൻഡിഡേറ്റ് ബോൺ ബിറ്റ്വീൻ 2/1/1999 അതുപോലെ തന്നെ 1/1/2008 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. 18 to 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഏജിൽ നിന്ന് തന്നെ, അതായത് 27 വയസ്സാണെങ്കിൽ തന്നെ SC/STക്ക് 5 വർഷം ഇളവ് നൽകുന്നുണ്ട്. ഇത് ജനറലിൻ്റെ ഏജ് ക്രൈറ്റീരിയ ആണ്. അതുപോലെ തന്നെ OBC ആകുന്ന സമയത്ത് 3 വർഷത്തെ പ്രായത്തിൽ ഇളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇതിന് അപേക്ഷിക്കേണ്ട യോഗ്യത നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, നമ്മൾ മുകളിൽ കുറച്ച് പോസ്റ്റുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ കുറച്ച് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ DEO ഉണ്ട്, DEO ഗ്രേഡ് A ഉണ്ട്. അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ദി കൺസ്യൂമർ, അതുപോലെ തന്നെ കൺസ്യൂമർ അഫയേഴ്സ്, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ മിനിസ്ട്രി ഓഫ് കൾച്ചർ ആൻഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. ഇങ്ങനെ ഓരോരോ ഇതിലേക്കും നിങ്ങൾക്ക് അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റുകൾക്ക്, ഇവിടെ പറയുന്ന പോസ്റ്റുകൾക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് വേണ്ട യോഗ്യത +2 പാസ്സായിരിക്കണം. സയൻസിലാണ് പറയുന്നത്. സയൻസ് സ്ട്രീം വിത്ത് മാത്തമാറ്റിക്സോട് കൂടി പാസ്സാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ പോസ്റ്റിനും, ഇതൊഴികെ ബാക്കിയുള്ള എല്ലാ പോസ്റ്റും നിങ്ങൾക്ക് ജസ്റ്റ് +2 മതി. +2 മിനിമം നിങ്ങളൊന്ന് പാസ്സായാൽ മതി. ഇനി നിങ്ങൾ ഫൈനൽ ഇയർ പഠിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഫൈനൽ ഇയേഴ്സിനും അപ്ലൈ ചെയ്യാം. ദി കാൻഡിഡേറ്റ് ഹു ഹാവ് അപ്പിയറിംഗ് ആണ് പറയുന്നത്, അപ്പിയർഡ് ഇൻ ദയർ +2 സ്റ്റാൻഡ്സ്. നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ 1/1/2026 എന്ന ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ +2 പാസ്സായിട്ട് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ അപ്ലൈ ചെയ്യേണ്ടത് SSCൻ്റെ മൊബൈൽ ആപ്പിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങളും നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. ഇതെല്ലാവരും അടക്കേണ്ട. SC/ST അതുപോലെ തന്നെ SC/ST പിന്നെ വുമൺ കാൻഡിഡേറ്റ്സിനൊന്നും ഫീസ് വരുന്നില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ബാക്കിയുള്ള ജനറൽ EWS OBC വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികളാണ് ഫീസ് അടക്കേണ്ടത്. കേരളത്തിൽ ഇതിൻ്റെ പരീക്ഷാ സെൻറ്റർ വരുന്നത് എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കണ്ണൂർ തുടങ്ങിയ ജില്ലയിലുണ്ട്. പിന്നെ ഈ ഒരു സെൻറ്റർ നമ്മുടെ
ഇവിടെ ഉള്ളതാണ്, ലക്ഷദ്വീപിലുള്ളതാണ്. അപ്പോൾ ഇത്രയും സ്ഥലത്താണ് കേട്ടോ നമുക്ക് പരീക്ഷാ സെൻറ്റർ ഉള്ളത്. പിന്നെ ബാക്കിയുള്ള സ്റ്റേറ്റിൽ നിന്ന് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, കാരണം നമ്മുടെ വീഡിയോ ഇപ്പം ട്രാൻസ്ലേറ്റ് ചെയ്തും കൂടി പോകുന്നുണ്ട്, അപ്പോൾ അവർക്കുള്ള സെൻറ്റേഴ്സും കൂടി ഓൾമോസ്റ്റ് എല്ലാവിധ ഇതിലും സംസ്ഥാനങ്ങളിലും ഇതിൽ സെൻറ്റർ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ താഴെയുണ്ട്, അതിലൂടെ കയറി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. പിന്നെ സിലബസും കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് താഴെയുണ്ട്, അത് നോക്കിയാൽ മതി. അതിൽ അപേക്ഷിക്കേണ്ട ലിങ്കും ഈ നോട്ടിഫിക്കേഷൻ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കുന്ന ഡീറ്റെയിൽസ് മനസ്സിലാക്കണമെന്നുണ്ട്, മൊബൈൽ ആപ്പിലൂടെ അപേക്ഷിക്കുന്ന ഡീറ്റെയിൽസ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുന്ന വീഡിയോ ലിങ്കും താഴെയുണ്ട്, അത് നോക്കിയാൽ മതിയാവുന്നതാണ്. അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട. നമ്മുടെ മുന്നോട്ടേക്ക് 2025 മുന്നിലേക്ക് വരുന്ന ഏതൊരു പരീക്ഷയാണെങ്കിലും അതിന് തയ്യാറെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ്, ഏകദേശം 500ഓളം കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഗ്ലോബൽ പൊളിറ്റിക്സിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഉണ്ട്, ഗ്ലോബൽ എക്കണോമി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി അവാർഡ്സ് ആൻഡ് റെക്കഗ്നൈസേഷൻ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻസ്, അതുപോലെ എക്കണോമി ആൻഡ് ട്രേഡ്, സ്പോർട്സ് എന്നൊക്കെ ഒരുപാടധികം ചോദ്യങ്ങൾ പല പരീക്ഷയ്ക്കും നമുക്ക് എന്താണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്തുനിന്ന് ചോദിക്കുന്നതാണ്. പിന്നെ നാഷണൽ ന്യൂസ്, അതുപോലെ തന്നെ ലേറ്റസ്റ്റ് അപ്പോയിന്റ്മെന്റ്സ്, ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ലേറ്റസ്റ്റ് അപ്പോയിന്റ്മെന്റ്സ് എന്നൊക്കെ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. സോ ഈ ഒരു PDF നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വരുന്ന ഏതൊരു പരീക്ഷക്കാണെങ്കിലും UPSC, SSC, അതുപോലെ തന്നെ RRB, ഏത് പരീക്ഷക്കാണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 500ഓളം കറണ്ട് അഫയേഴ്സ് ആണുള്ളത്. സോ ഇത് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാം. നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ നമ്പറിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഇവിടെ കാണുന്ന ഈ ഒരു QR കോഡിൽ 49 രൂപ പേ ചെയ്തതിന് ശേഷം അതിൽ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു PDF നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.